വീണ്ടും എപ്സ്റ്റീൻ ഫയൽസ് തന്നെ. എപ്സ്റ്റീൻ്റേത് ഒരു കഥയല്ല, ഒരു വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് സ്വാഭാവികതയോടെ കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് വംശഹത്യകൾക്ക് നേരെയും കണ്ണടയ്ക്കാൻ കഴിയും. സമ്പന്നതയ്ക്ക് നടുവിൽ പിറന്നു വീണ ആളായിരുന്നില്ല, അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നില്ല. എപ്സ്റ്റീൻ്റെ കുപ്രസിദ്ധമായ ദ്വീപിലേക്ക് പ്രശസ്തരുടെ ഒഴുക്കായിരുന്നു. പണവും പെണ്ണും ലഹരിയും എല്ലാം നിറഞ്ഞൊഴുകുന്ന ആഡംബര പാർട്ടികൾ. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ബ്രിട്ടീഷ് നോർവീജിയൻ രാജകുടുംബാംഗങ്ങൾ, ശതകോടീശ്വരന്മാർ, ശാസ്ത്രജ്ഞർ, മാധ്യമ മുതലാളിമാർ, അങ്ങനെ അയാളുടെ യാത്രാവിവരങ്ങളിലും അഡ്രസ് ബുക്കുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും സാക്ഷിമൊഴികളിലും അയാളുടെ പ്രൈവറ്റ് ജെറ്റുകളിലും വമ്പന്മാർ നിറഞ്ഞു നിന്നു. മറ്റൊരു പ്രധാന വ്യക്തിത്വം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സാണ്. പിന്നീട് പെൺകുട്ടികളെ കടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഗിസ്ലൈൻ മാക്സ്വെല്ലും ഒപ്പമുണ്ടായിരുന്നു. സാമൂഹിക മേഖലകളിൽ ബ്രിഡ്ജായി, മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി, കുറ്റകൃത്യങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരാളായി. ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്വകാര്യമായ മനോവൈകല്യങ്ങളെ സമ്പന്നരുടെ വിശാല ലോകവുമായി ബന്ധപ്പെടുത്തി കൊടുത്തത് അവരാണ്. എന്തായാലും എപ്സ്റ്റീന് സ്വപ്നതുല്യമായ ഒരു ഡീലാണ് ലഭിച്ചത്. കുറ്റത്തിലെ പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയില്ല എന്നൊരു വ്യവസ്ഥ കൂടി സമ്മതിച്ചെടുപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. വരേണ്യർ തൊടാൻ കഴിയാത്തത്ര ഉയരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് എപ്സ്റ്റീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾ എല്ലാത്തിനും മേലെയായാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഗാസയിലെ ഇസ്രായേലിൻ്റെ ചെയ്തികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റഷ്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാൽ ഉടൻ ഉപരോധങ്ങൾ വരും. ഇറാൻ എപ്പോഴെങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഉടൻ വരും ഉപരോധങ്ങൾ. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയാൽ ഉടൻ ഉപരോധം വരും. ഗ്ലോബൽ സൗത്തിലെ ഏതൊരു രാജ്യത്തിനെതിരെയും വരും ഉപരോധം. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഇത്രയേറെ തെളിവുകളെല്ലാമുള്ള, അന്താരാഷ്ട്ര ഏജൻസികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ധാർമ്മിക പതനത്തിൻ്റെ അങ്ങേ അറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഷയം മറ്റൊന്നുമല്ല, ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിസ്സഹായതയുമാണ്. ഇതിനെ ദയവ് ചെയ്ത് വെറുപ്പെന്നും ആൻറ്റൈസെമിറ്റിസം എന്നും ഒക്കെ പറഞ്ഞു കളയരുത്. നിയമങ്ങളും അധികാരവും ചിലർക്ക് മുന്നിൽ വഴിമാറുന്നത് എങ്ങനെ എന്നതിൻ്റെ ലജ്ജാകരമായ ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ. വിക്കിലീക്സ് സാമ്രാജ്യത്വത്തിൻ്റെ മുഖംമൂടി വലിച്ചു കയറിയ സന്ദർഭം. ഈ എപ്പിസോഡ് ഗോസിപ്പുകൾ പറയാനുള്ളതല്ല. എപ്സ്റ്റീൻ്റെ പട്ടികയിലെ പേരുകൾ പരിശോധിക്കുകയും നമ്മുടെ ലക്ഷ്യമല്ല. അപവാദമോ ഗൂഢാലോചനയോ നമ്മുടെ വഴിയല്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോൾ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.